നമ്മളിവിടെ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള വെടിക്കെട്ട് ശൈലിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ പിന്നെ ശിവകാശിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളല്ല ഇവിടുത്തെ വെടിക്കെട്ടിൻ്റെ വെടിക്കോപ്പുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള വെടിക്കോപ്പ് നിർമ്മാണത്തിൻ്റെ ഒരു വലിയൊരു പാരമ്പര്യം, ഒരു ഇൻഡസ്ട്രി പോലെ നിൽക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ തൃശ്ശൂർ നമ്മുടെ നാട്ടിൻപുറത്തെ പൂരങ്ങൾ, ആ പൂരങ്ങളുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുകളെയും ആശ്രയിച്ചാണ് അവരുടെ ഉപജീവനമാർഗം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ അത് തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് ആരാണ്? ഈ ശിവകാശിയെ പോലുള്ള ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെയുള്ള കേരളത്തിൻ്റെ തനതായിട്ടുള്ള വെടിക്കെട്ടിൻ്റെ ആ പാരമ്പര്യത്തെ താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ ആധുനികമായ ടെക്നോളജിയുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഫയർ വർക്ക്സ് പാർക്കിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു വലിയ ഇൻഡസ്ട്രിയുടെ മോണോപ്പൊളിയിലേക്ക് കേരളത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക മേഖലയെ വിട്ടുകൊടുക്കുക എന്ന നിലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകളെ അത് ബാധിക്കുന്ന വിഷയം കൂടിയാണെന്നാണ്. തീർച്ചയായും ശ്രീ സുനിൽകുമാർ, താങ്കൾ പറഞ്ഞ ആ പോയിന്റും ഭാവി ചർച്ചകൾക്ക് കൂടുതൽ സഹായകരമായതാണ്. തൃശ്ശൂർ പൂരം അടക്കം കേരളത്തിൻ്റെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരമ്പരാഗത പടക്ക നിർമ്മാണ സംവിധാനങ്ങൾ കേരളത്തിൻ്റെതായ, പ്രത്യേകിച്ച് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ ആ ശൈലി, അതിനെ അപകടരഹിതമായൊരു ആധുനികവൽക്കരണത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, സുരക്ഷിതമായ നിലയിൽ മാറ്റേണ്ടതുണ്ട്. ആ ആധുനികവൽക്കരണം അതൊരു വ്യാവസായിക മേഖല എന്ന നിലയിൽ തന്നെ കൊണ്ടുപോകാൻ പാകത്തിന് രൂപപ്പെടട്ടെ, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കട്ടെ. അതിലേക്ക് കേരളത്തിന് മറ്റ് പല കാര്യങ്ങളിലും എന്ന പോലെ വളരെ മികവോടെ ഇക്കാര്യത്തിലും ചില തീർപ്പുകളിലേക്ക്, തീരുമാനങ്ങളിലേക്ക്, പരിഹാരങ്ങളിലേക്ക് പോകാൻ ഈ വലിയ ദുരന്തം കണ്ണു തുറപ്പിക്കേണ്ടത് തന്നെയാണ്. ആ തരം ചർച്ചകൾക്ക് കൂടി ഇന്നത്തെ ഈ സുപ്രധാനമായ മന്ത്രിതല ചർച്ച വേദിയായി എന്നുള്ളത് കൂടി തന്നെ വീണ്ടും ഊന്നി പറയുകയാണ്. അത് ഈ ചർച്ചയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തേണ്ട ഒരു വസ്തുത തന്നെയാണ്.